അൻവർ വിഷയത്തിൽ നിലപാടിലുറച്ച UDF നേതൃത്വം സഹകരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് PV അൻവർ എന്ന് VD സതീശൻ. അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കണം. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. അതവർ വേറെ എന്തോ സൗഹൃദം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയത്. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി, ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി, UDFന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനം. അല്ല, ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ UDFന്റെ അഭിപ്രായമാണ്. PV അൻവർ തീരുമാനിക്കട്ടെ. PV അൻവർ തെരഞ്ഞെടുപ്പുമായി എങ്ങനെ സഹകരിക്കുന്നു എന്ന് നോക്കട്ടെ എന്നാണ് VD സതീശൻ പറയുന്നത്. സഹകരിച്ചാൽ അൻവറിന് കൊള്ളാം എന്ന സന്ദേശം UDF നൽകുന്നു. വിവരങ്ങളുമായി CV അനുമോദും R കിരൺ ബാബുവും ചേരുകയാണ്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, കൈവിട്ടില്ല എന്നേ ഉള്ളൂ, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയായിരുന്നു VD സതീശന്റെ പ്രതികരണം. PV അൻവറിന്റെ മറുപടി ഉടൻ ഉണ്ടാകുമോ? PV അൻവർ കൂടുതൽ ഒറ്റപ്പെട്ടോ? രേണുക, നേതൃയോഗത്തിന് ശേഷമാണ് VD സതീശൻ സണ്ണി ജോസഫിനും PMS സലാമിനും ഒപ്പമെത്തി നിലപാട് വ്യക്തമാക്കിയത്. സഹകരിക്കാൻ അൻവറിന് കൊള്ളാം, അതല്ലെങ്കിൽ UDFന്റെ തീരുമാനം UDF കൈക്കൊള്ളും. സഹകരിച്ചതിന് ശേഷം മാത്രമേ ഇനി അൻവറിൻ്റെ വിഷയത്തിൽ UDFന്റെ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. നേരത്തെ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതാണ്. UDFന് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ അൻവർ ഈ ഒരു നിലപാട് മാറ്റി നിന്നതിന് UDFന്റെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയില്ല. നിലവിൽ അൻവർ UDFുമായി സഹകരിക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം UDF എടുക്കേണ്ട തീരുമാനങ്ങൾ UDF എടുക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സമവായ നീക്കവുമായി UDF നേതൃത്വം ആരെയും പറഞ്ഞയച്ചില്ല എന്നുകൂടി VD സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ പ്രവീൺ കുമാറും ജയന്തും അദ്ദേഹത്തെ പോയി കണ്ടത് നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ല, അവരുടെ വ്യക്തിപരമായ സന്ദർശനമാകാം. അത് UDF നേതൃത്വത്തിൻ്റെ അറിവോടെയല്ല എന്നുകൂടി പറയുമ്പോൾ UDF നേതൃത്വം ഇവിടെ കടുത്ത നിലപാടിലാണ്. കോൺഗ്രസിന്റെ നിലപാട് UDF നേതൃത്വം എത്തിയിരിക്കുന്നു. അനുമോദ്, ഇവിടെ അൻവർ ഉയർത്തിയിരുന്ന ഒരു ഭീഷണി തീരുമാനം അനുകൂലമല്ല എങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കും എന്നതായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി ഇന്നത്തെ UDF യോഗം പരിഗണിച്ചിട്ടുണ്ടോ? ആ ഒരു സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാമെന്ന ആത്മവിശ്വാസത്തിലാണോ മുന്നണി? തീർച്ചയായും ഏത് സാഹചര്യത്തിലാണെങ്കിലും അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് ഇനി വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് UDF എടുത്തിരിക്കുന്നത്. അൻവർ മത്സരിച്ചാലും അൻവർ നേടുന്ന വോട്ടുകൾ എത്രയാണെങ്കിലും അതിനെ നേരിടുക, ആ ഒരു സാഹചര്യത്തെ നേരിടാൻ തയ്യാറെടുത്തുകൊണ്ട് അൻവറിനോടുള്ള നിലപാട് UDF നേതൃത്വം പ്രഖ്യാപിക്കുകയാണ്. R കിരൺ ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നു. കിരൺ, PV അൻവർ കൂടുതൽ ഒറ്റപ്പെടുകയാണോ? എന്താണ് അൻവറിന് മുന്നിൽ ഇനിയുള്ള വഴി? ഒരു പ്രതികരണം ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ അൻവറിൽ നിന്നും? എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് അൻവറിന് മുന്നിൽ? രേണുക, ഇങ്ങനെ ഒരു ഉടൻ പ്രതികരണം ഇന്നലെ നടത്തിയതാണ് അൻവറിനെ ഇപ്പോൾ ഈ ഗതിയിൽ എത്തിച്ചത്. ഇന്നലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അൻവറിൻ്റെ ഒരു പ്രതികരണം വന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കില്ല എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഒപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തെയും അല്ലെങ്കിൽ മലയോര വിഭാഗത്തെ ജനതയും ഒക്കെ വഞ്ചിക്കുന്നതായിരുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം എന്നുകൂടി BSUയെ മാറ്റി ആര്യാടൻ ഷൗക്കത്തിനെ ആക്കുക വഴി അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സ്ഥാനാർത്ഥിയാവാൻ കഴിയൂവെന്ന് കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയം കൂടി പരാമർശിച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ UDFിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അല്ലെങ്കിൽ അൻവർ തള്ളി പറയേണ്ടി വരും. സ്വാഭാവികമായും ഇതെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് മാത്രമേ അൻവറിനെ UDFിൽ എടുക്കാൻ കഴിയൂ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി മാറി. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അൻവർ ഈ പ്രതികരണം നടത്തുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ, മിനിറ്റുകൾക്ക് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അൻവറിനെ UDFുമായി സഹകരിക്കാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തതാണ്. അത് എങ്ങനെ വേണം എന്നതിൽ മാത്രമാണ് അതിൽ ഇനി തീരുമാനമെടുക്കാനുള്ളത്. അത് ഉടനെ ഉണ്ടാവും എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു പ്രതികരണം. വളരെ പോസിറ്റീവായ ഒരു പ്രതികരണമായിരുന്നു നടത്തിയത്. പക്ഷേ അൻവറിൻ്റെ തീരുമാനപ്രകാരം, അൻവറിൻ്റെ നിർദ്ദേശപ്രകാരം അൻവറിന്
അൻവറിന് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വ്യക്തിപരമായ എതിർപ്പ് കാരണം ആര്യാടൻ ഷൗക്കത്ത് പറ്റില്ല, അവിടെ VS2 അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരണം, അല്ലെങ്കിൽ VS2 തന്നെ വരണം എന്നുള്ള മട്ടിലേക്ക് അൻവർ ഒരു വ്യവസ്ഥ വെക്കുന്നു. കോൺഗ്രസിനുള്ളിൽ ആര് സ്ഥാനാർത്ഥിയാവണമെന്ന് മറ്റൊരാൾ പുറത്തുനിന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയെ കോൺഗ്രസ് നേതാക്കൾ സ്വാഭാവികമായും അംഗീകരിച്ചില്ല. എന്ന് മാത്രമല്ല, അൻവറിനെ പോലെ ഒരാൾ ഇപ്പോൾ തന്നെ ഇത്തരത്തിലേക്ക് നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ തലവേദന ആവും എന്നുള്ളത് കൂടി കോൺഗ്രസ്സുകാർ സ്വാഭാവികമായും കണ്ടു കാണും. കോൺഗ്രസിലെ ഇത്തരത്തിൽ സമാനമായ ചില നേതാക്കളെയൊക്കെ സ്വീകരിച്ച മുൻ അനുഭവമൊക്കെ കോൺഗ്രസ് ഉണ്ട്. എന്തായാലും കോൺഗ്രസ് അക്കാര്യത്തിൽ അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് തന്നെ പോയി വരട്ടെ എന്നുള്ള നിലപാട്. പക്ഷേ അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത് ഒരു രാഷ്ട്രീയ നേതാവിന് സ്വീകരിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു പ്രതികരണമായിരുന്നു. ഏത് മുന്നണിയുമായിട്ടാണോ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് മുന്നണിയുടെ ഭാഗമാകാനാണോ അൻവർ ആഗ്രഹിക്കുന്നത്, ആ മുന്നണിക്കെതിരെയും ആ മുന്നണിയെ നയിക്കുന്ന പാർട്ടിക്കെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ പാർട്ടിയിൽ ഗോഡ്ഫാദറില്ലാതെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിയില്ല, ക്രൈസ്തവ വിഭാഗത്തെ തള്ളിക്കളയുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അവരുടെ വികാരത്തെ മാനിക്കാത്ത തീരുമാനമാണ് ആ പാർട്ടി എടുത്തത്. അങ്ങനെയെല്ലാം ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയസാധ്യതയില്ലാത്ത ഒരാളാണ്. എങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്തിനോട് നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു ആശയം നേരത്തെ തന്നെ പറഞ്ഞത് എന്ന് പറയുന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇടതു സ്വതന്ത്രനാവാൻ വേണ്ടി CPM-കാരുടെ പുറകെ പോയതാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെയൊക്കെ ആരോപണം ഉന്നയിച്ച ഒരാളുടെ എന്ത് തീരുമാനമെടുക്കുന്നത് ഇന്നലെ തന്നെ ഏറെക്കുറെ വ്യക്തമായിരുന്നു. അപ്പോഴും അതിനുശേഷം അൻവർ 2 ദിവസത്തെ ഗ്യാപ്പൊക്കെ നൽകി, 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ഞാൻ മത്സരിക്കുമെന്നുള്ള ഒരു സന്ദേശമൊക്കെ ആദ്യം അൻവറിന്റെ സിൽബന്ധികൾ വഴിയൊക്കെ അങ്ങനെ ഒരു സന്ദേശം പുറത്തു കൊടുത്തു. പിന്നീട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അൻവർ അതിൽ തള്ളിക്കളയാതെയും അല്ലെങ്കിൽ സ്വീകരിക്കാതെയും ഒരു ഉത്തരമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സസ്പെൻസ് ഒക്കെ നിലനിർത്തി ഇതുവരെ കളിച്ച കളിയാണ് നോക്കിയത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ പറയുന്നത് വേണമെങ്കിൽ അൻവറിന് UDF-മായി സഹകരിക്കാം, അങ്ങനെ സഹകരിച്ചാണെങ്കിൽ ഒന്നിച്ചു പോകാം, അല്ലെങ്കിൽ എന്ത് വേണമെന്ന് അൻവറിന് തീരുമാനിക്കാം. അൻവർ ഇനി സ്വതന്ത്രനായി മത്സരിച്ചാലും എന്താണ് ഉണ്ടാകുന്നതിൻ്റെ ഫലത്തെക്കുറിച്ചൊക്കെ കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ ആലോചിക്കുകയും അല്ലെങ്കിൽ UDF അത്തരങ്ങളിൽ ആലോചിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനിടയിൽ അൻവർ ലീഗിനെ ഇടപെടുത്തിക്കൊണ്ട് ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ ലീഗിന് അൻവറിനോട് സോഫ്റ്റ് കോൺട്ടുണ്ട്, ആ സോഫ്റ്റ് കോൺ ഉപയോഗിച്ചുകൊണ്ട് ലീഗിനെ ഇടപെടുത്തി അങ്ങനെ ഒരു മധ്യശ്രമം നടത്തി UDF-ൽ എത്താം എന്നുള്ള ശ്രമമൊക്കെ അൻവർ നടത്തിയിരുന്നു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി അത് വളരെ സമർത്ഥമായി തന്നെ അത് തള്ളിക്കളയുകയാണ്. മധ്യസ്ഥ ശ്രമത്തിന് ലീഗ് ഇല്ല എന്നത് കൂടി പറയുന്നു. അങ്ങനെ ലീഗ് ഒരു മധ്യസ്ഥ ശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അൻവറിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 1 സീറ്റ് വേണം, 2 സീറ്റ് വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. 1 സീറ്റ് കൊടുക്കുന്നു എന്നുള്ള നിലപാടിലെത്തിയാൽ തന്നെ ലീഗിൽ ചേർന്ന് ലീഗ് കൊടുത്തോളൂ എന്ന് കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ ബാധ്യത കൂടി ലീഗിന് വരും. ലീഗും അത്തരം ഒരു തീരുമാനത്തിൽ നിന്ന് തള്ളിക്കളയാൻ അൻവറിനെ പോലെ ആളെ ലീഗ് പാർട്ടിയിലോ അല്ലെങ്കിൽ ലീഗുമായി സഹകരിക്കുന്നതിനൊക്കെ ഭാവിയിൽ ഉണ്ടാകാവുന്ന തലവേദനയൊക്കെ അവരും സ്വാഭാവികമായും ആലോചിച്ച് കാണണം. എന്തായാലും അൻവർ അവിടെ മത്സരിച്ചാലും ഇല്ലെങ്കിലും UDF പ്രത്യേകിച്ച് അതിൽ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അൻവറിന് വേണമെങ്കിൽ UDF-നൊപ്പം ഏത് സാഹചര്യവും നേരിടാൻ UDF ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ്. കിരൺ, ഇവിടെ മധ്യസ്ഥ ചർച്ചകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അൻവറിനുള്ള പ്രതീക്ഷ ഇന്ന് അൻവർ രാവിലെയൊക്കെ നടത്തിയ കൂടിക്കാഴ്ചകൾ, ലീഗ് നേതൃത്വം എടുക്കുന്ന നിലപാട്, ഇതിലൊക്കെ അൻവർ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഉള്ള ഒന്നായിരുന്നു മുൻ KPCC അധ്യക്ഷന്റെ പ്രതിനിധികൾ കണ്ട കാര്യം. പക്ഷേ അതിനെ വളരെ നിസാരവൽക്കരിച്ചാണ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞത്, അത് അറിഞ്ഞിട്ടില്ല എന്ന തരത്തിൽ. അപ്പോൾ ഇത് ഒറ്റക്കെട്ടായി എടുത്തൊരു തീരുമാനമാണോ ഈ നിസാരവൽക്കരണം? ഈ ദൂതന്മാരെ അയച്ചതിനെ നിസാരവൽക്കരിക്കുന്നതിലൂടെ VD സതീശൻ നൽകുന്ന സന്ദേശം എന്താണ്? രേണുക, അത് വളരെ കൃത്യമാണ്. ഇപ്പോൾ KPCC-യുടെ അധ്യക്ഷനല്ല കെ സുധാകരനുമായി വളരെ അടുപ്പമുള്ള 2 നേതാക്കളാണ് ഇങ്ങനെ ഒരു ഇതുമായി പോയത്. അങ്ങനെ ഒരു വിഷയത്തിൽ തീരുമാനം പാർട്ടിയോട് ആലോചിക്കാതെ അല്ലെങ്കിൽ UDF-ന് നേതൃത്വമായി ആലോചിക്കാതെ അത്തരമൊരു തീരുമാനത്തിലേക്ക്, അത്തരമൊരു സന്ദർശനത്തിലേക്ക് പോയത് സ്വാഭാവികമായും കോൺഗ്രസിനെ കുറേ സമയത്തെങ്കിലും